ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ടൈം ട്രാവൽ നടത്താൻ പോവാണ്. അതും ഒരു നൂറ്റാണ്ടിലധികം പുറകിലോട്ട്. 1904 ആസാമിലെ ആളുകൾ വിശ്വസിച്ചിരുന്ന അമാനുഷിക ശക്തികളെയും പ്രേതങ്ങളെയും പിശാചുകളെയും കുറിച്ചുള്ളൊരു പഴയ രേഖയാണ് നമ്മളിന്ന് തുറന്നു നോക്കാൻ പോകുന്നത്. ഈ പുസ്തകം എഴുതിയ ആള് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതായത് ഇത് വെറുതെ ഭാവനയിൽ നിന്ന് എഴുതിയ കഥകളല്ല, മറിച്ച് അക്കാലത്തെ ആളുകൾ എന്താണോ വിശ്വസിച്ചിരുന്നത് അത് ഒരു മാറ്റവും വരുത്താതെ അതേപടി പകർത്തിയതാണ്. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഈ വിശ്വാസങ്ങൾ. അപ്പോ ഈ ഒരു യാത്രയില് നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ആസാമിലെ തനതായ ഭൂതങ്ങൾ ആരാണെന്നും അവരെ എങ്ങനെ തിരിച്ചറിയാമെന്നും ബാധയേറ്റാൽ എന്തു ചെയ്യണമെന്നും അവസാനം ഈ കഥകൾക്കെല്ലാം ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളതെന്നും നമ്മൾ പരിശോധിക്കും. അപ്പോ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഭാഗം. ഈ വിശ്വാസങ്ങളുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന ഈ ലോകത്തിന് സമാന്തരമായി അല്ലെങ്കിൽ തൊട്ട് താരെയായി ആത്മാക്കളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ ഉണ്ടെന്നതാണ്. അപ്പോൾ ഈ ആത്മാക്കളുടെ ലോകത്തിന് അതിൻ്റേതായൊരു ഘടനയൊക്കെയുണ്ട് കേട്ടോ. പ്രധാനമായും 4 തട്ടുകളായിട്ടാണ് അവരെ തിരിച്ചിരിക്കുന്നത്. പാതാളം, പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, ആകാശം, പിന്നെ സ്വർഗം. ഇതിൽ നല്ല ആത്മാക്കളുണ്ട്, അതുപോലെ ഭയങ്കര ദുഷ്ടന്മാരുമുണ്ട്. ഓരോ പുഴയ്ക്കും വലിയ മരങ്ങൾക്കും എന്തിന് നമ്മുടെയൊക്കെ വീടിനുപോലും അതിൻ്റേതായ ആത്മാക്കളുണ്ടെന്നാണ് വിശ്വാസം. ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാവുന്ന ചില ഹിന്ദു ദൈവങ്ങളെ പോലും ഈ പ്രാദേശിക ആത്മാക്കളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ലോകത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് അവിടുത്തെ ചില നിവാസികളെ, അതായത് ചില പ്രധാനപ്പെട്ട ആത്മാക്കളെ ഒന്ന് നേരിട്ട് പരിചയപ്പെട്ടാലോ? ഇതിലൊരു പ്രധാനിയാണ് ഈ ഡോട്ടുകൾ. കേൾക്കുമ്പോൾ ഒരു ചെറിയ പേരാണെന്ന് തോന്നുമെങ്കിലും ആള് ഭീകരനാണ്. ഏകദേശം 18 അടി ഉയരം, ഒട്ടുന്നൊരു ശരീരം, പിന്നെ വിരലുകളൊക്കെ സൂചി പോലെ കൂർത്തിരിക്കും. ഒരു ജലപ്പിശാചാണ് കക്ഷി. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതേസമയം വീക്നെസ്സും എന്താണെന്നറിയോ? അതിന്റെ കക്ഷത്തിലെപ്പോഴും ഒരു മാന്ത്രിക സഞ്ചിയുണ്ടാകും. ആ സഞ്ചി കയ്യിന്ന് പോയാൽ പിന്നെ ഡോട്ടൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്ത് നല്ലവരും ചീത്തവരുമുണ്ട്. ഒരു വശത്ത് കന്ധയെപ്പോലുള്ള ഭീകരന്മാർ, തലയില്ല, പകരം നെഞ്ചിലാണ് 2 കത്തുന്ന കണ്ണുകൾ. അതുപോലെ മനുഷ്യനെ തിന്നുന്ന ഡൈനി എന്ന സ്ത്രീ ആത്മാവ്. ഇതൊക്കെയാണ് വില്ലന്മാർ. എന്നാൽ മറുവശത്ത് നല്ല ആത്മാക്കളുമുണ്ട്. വെളുത്ത തലപ്പാവൊക്കെ വെച്ച ഒരു മാന്യനായ ആത്മാവാണ് ബുറ ഡാങ്കരിയ. പിന്നെ നമ്മുടെ വീടുകൾക്ക് കാവലായി നിൽക്കുന്ന ഘർദേവത, അതായത് വീടിന്റെ വെളിച്ചം. ശരി, ഈ ആത്മാക്കളൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അവർ മനുഷ്യരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. അപ്പോഴാണ് ഈ ബാധയേൽക്കുക അല്ലെങ്കിൽ പൊസഷൻ എന്ന ആശയം വരുന്നത്. അപ്പോ ഒരാളുടെ ശരീരത്തില് ഒരു ആത്മാവ് കേറിയിട്ടുണ്ടോന്ന് എങ്ങനെ അറിയാൻ പറ്റും? നല്ല ചോദ്യമല്ലേ? വെറുതെ തോന്നുന്ന പോലെ പറയാൻ പറ്റില്ലല്ലോ. അതിനൊരു വഴിയുണ്ട്. ഓരോ ആത്മാവിനും അതിൻ്റേതായ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ രോഗം കണ്ടുപിടിക്കുന്നത് പോലെ. ഉദാഹരണത്തിന്, ചമൻ എന്ന ആത്മാവാണ് ബാധിച്ചതെങ്കിൽ ആളുടെ കണ്ണുകൾ മഞ്ഞുനിറമാകും, മുഖം ചുവന്നു തുടുക്കും. ഇനി അലകനിയാണെങ്കിലോ വയറ്റിലൊരു വലിയ കല്ലെടുത്തു വെച്ച പോലത്തെ ഭയങ്കര വേദനയായിരിക്കും. ഗർഭിണികളെ ബാധിക്കുന്ന പ്രസൂത പനിയും നീർക്കെട്ടുമാണ് ഉണ്ടാക്കുക. കണ്ടോ, ഓരോന്നിനും ഓരോ രീതിയാണ്. അപ്പോ ആത്മാക്കൾ ആക്രമിക്കാൻ തുടങ്ങിയാൽ മനുഷ്യർ വെറുതെ നോക്കി നിൽക്കുമോ? ഇല്ല. ഇതിനെ നേരിടാൻ അവർക്കും കൃത്യമായ വഴികളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭൂതോച്ചാടനം വരുന്നത്. അതെ, സ്വാഗതം. ഇതൊരു തരം ആത്മീയ യുദ്ധം തന്നെയാണ്. മന്ത്രങ്ങളായിരുന്നു അവരുടെ ആയുധങ്ങൾ, കൂടെ ചില പ്രത്യേക വസ്തുക്കളും. അതിലൊരു പ്രധാനപ്പെട്ട രീതിയാണ് ഈ സരബൻ അഥവാ കടുകസ്ത്രം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഡോട്ടിന് കടുകിനെ പേടിയാണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ആ ഒരറിവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മന്ത്രവാദി എന്തു ചെയ്യുന്നറിയോ? കുറച്ച് കടുകെടുത്ത് വായിലിടും. എന്നിട്ട് ബാധയേറ്റയാളുടെ മുന്നിൽ ഒരു അരിപ്പ വെച്ചിട്ട് ആ അരിപ്പയിലൂടെ കടുകുമണികൾ ആളുടെ ദേഹത്തേക്ക് ശക്തിയായി ഊതും. ഈ കടുകുമണികൾ ദേഹത്ത് വീഴുമ്പോൾ ആത്മാവിന് ഒരുതരം പൊള്ളൽ പോലെ അനുഭവപ്പെടുമത്രേ. അതോടെ അത് പേടിച്ചാ ശരീരം വിട്ട് ഓടിപ്പോകും. എന്തൊരു ടെക്നിക്ക് അല്ലേ? ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ വെറുതെ പറയുക മാത്രമല്ല, ആളുകളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി അവർ കഥകളിലൂടെയാണ് ഇതൊക്കെ കൈമാറിയിരുന്നത്. അങ്ങനത്തെ ഒരു കിടിലൻ കഥ കേട്ടാലോ? കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 2 ചേട്ടനും അനിയനും കൂടി ഒരു പുഴയിൽ മീൻ പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം നടന്നത്. ഒരു ഡോട്ട് വന്ന് മൂത്ത ചേട്ടനെ അങ്ങ് കൊന്നു. എന്നിട്ട് ആളറിയാതിരിക്കാൻ വേണ്ടി ആ ചേട്ടന്റെ രൂപം സ്വീകരിച്ചു.
എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അനിയന്റെ കൂടെയിരുന്ന് അവര് പിടിച്ച മീനെല്ലാം രഹസ്യമായി അകത്താക്കാൻ തുടങ്ങി. പക്ഷേ അനിയൻ ഒരു മണ്ടനൊന്നും ആയിരുന്നില്ല. മീൻ കാണാതാവുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ സൂത്രത്തിൽ ആ ഡോട്ടിനെ പറ്റിച്ച് അതിന്റെ ശക്തിയുടെ കേന്ദ്രമായ ആ മാന്ത്രിക സഞ്ചി അങ്ങ് തട്ടിയെടുത്തു. അതോടെ കളി മാറി. ആ ഭീകരനായ ഡോട്ട് അവന്റെ വെറുമൊരു വേലക്കാരനായി. പക്ഷേ കഥയ്ക്കൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. വർഷങ്ങളോളം ആ ഡോട്ട് അവരുടെ അടിമയായി ജീവിച്ചു. അവസാനം ഒരു ദിവസം അവൻ അവരുടെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് ആ സഞ്ചി തിരികെ മേടിച്ചു. ശക്തി കിട്ടിയതും അവൻ അപ്രത്യക്ഷനായി. പിന്നെ ആരും അവനെ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ആത്മാക്കളുമായിട്ടുള്ള കളി അത്ര നല്ലതല്ല എന്നൊരു മുന്നറിയിപ്പാണ് ഈ കഥ തരുന്നത്. അപ്പോ ഈ കേട്ട കഥകളും വിചിത്രമായ വിശ്വാസങ്ങളുമൊക്കെ വെറും നേരംപോക്കിനായിരുന്നോ? അല്ല, ഇതിനെല്ലാം അതിന്റേതായ ഒരു സാമൂഹിക പ്രാധാന്യമുണ്ടായിരുന്നു. ശരിക്കും ഈ കഥകൾ നമ്മളോട് എന്താണ് പറയുന്നത്? ഒന്ന്, അക്കാലത്ത് അസുഖങ്ങൾക്കും ദുരന്തങ്ങൾക്കും വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കുമൊക്കെ ഒരു ഉത്തരം കണ്ടെത്താനുള്ള വഴിയായിരുന്നു ഇത്. രണ്ട്, ബുറാ ഡാംഗ്രിയെപ്പോലുള്ള ആത്മാക്കൾ മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന സന്ദേശം നൽകുന്നു. അതായത് അവരുടെ സമൂഹത്തിന്റെ മൂല്യങ്ങൾ ഇതിൽ കാണാം. ഏറ്റവും പ്രധാനമായിട്ട് അമാനുഷിക ശക്തികൾ എന്നത് അവർക്കെവിടെയോ ദൂരെയുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് അവരുടെ ഓരോ ദിവസത്തിന്റെയും ഭാഗമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് പേടിയുള്ള കാര്യങ്ങൾക്ക് ഒരു പേരും രൂപവും കൊടുത്ത് അതിനെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള മനുഷ്യന്റെ ഒരു ശ്രമം തന്നെയാണ് ഈ കഥകളെല്ലാം. അപ്പൊ 1904 ആസാമിൽ നിന്ന് നമ്മൾ തിരികെ വരുമ്പോൾ എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ആ പഴയ കഥകൾക്ക് പകരം ഇന്നത്തെ നമ്മുടെ പ്രേതകഥകൾ, നമ്മുടെ ഏർബൻ ലെജൻഡ്സ്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മളെക്കുറിച്ച്, നമ്മുടെ ഈ ആധുനിക സമൂഹത്തെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.